ഇനി മാതൃഭൂമി ന്യൂസ് ഇമ്പാക്ട് വാർത്തയിലേക്കാണ്. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് അന്വേഷിക്കാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചു. വിജിലൻസ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുക. സൂചി ശരീരത്തിനുള്ളിൽ കുടുങ്ങി 1 വർഷക്കാലം ജീവിക്കേണ്ടി വന്ന വത്സലയുടെ ദുരിതം മാതൃഭൂമി ന്യൂസാണ് പുറത്തു കൊണ്ടുവന്നത്. ചികിത്സാ പിഴവ് പരാതികളിൽ വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തി ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. വിജിലൻസ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള മൂവർ സംഘത്തെയാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘമായി ആരോഗ്യവകുപ്പ് ഈ കേസ് അന്വേഷിക്കാനായിട്ട് നിയോഗിച്ചിരിക്കുന്നത്. എന്തായാലും ഇവരുടെ റിപ്പോർട്ടിന്മേലായിരിക്കും ഇനി കൂടുതൽ തുടർ നടപടികൾ സ്വീകരിക്കുക. 1 വർഷക്കാലത്തിന് മുകളിലാണ് വത്സലയ്ക്ക് സൂചി ശരീരത്തിനുള്ളിൽ കുടുങ്ങിയ നിലയിൽ കഴിയേണ്ടി വന്നത്. അതിനുശേഷം ഈ വത്സല എന്ന അമ്മയുടെ ദുരിതാവസ്ഥ വാർത്തയിലൂടെ പുറത്തേക്ക് വന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്നലെ വത്സലയുടെ മകൻ ദീപുവും അതുപോലെ തന്നെ ആറന്മുള MLA അബിൻ വർക്കിയും ആരോഗ്യമന്ത്രിയായ കെ മുരളീധരനെ നേരിട്ട് കണ്ടിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു നടപടിയെടുത്തിരിക്കുന്നത്. പരാതി കിട്ടിയാൽ വസ്തുനിഷ്ഠമായി അന്വേഷിച്ച് നടപടിയെടുക്കുക, അതാണ് ഗവൺമെന്റ് ചുമതല. അല്ലാതെ സിസ്റ്റം മുഴുവൻ തകരാറാണ്, എനിക്ക് ഒരു ഉത്തരവാദിത്വമില്ല എന്ന് പറയുന്നല്ലോ ചർച്ചയിൽ. അങ്ങനെ സിസ്റ്റം തകരാറിലാണെങ്കിൽ മന്ത്രിയുടെ ആവശ്യമുണ്ടോ? പരാതി കിട്ടിയ എല്ലാ പരാതികളും അന്വേഷിച്ച് ഒന്നിനും ന്യായീകരിക്കില്ല. ഈ 1 വർഷക്കാലത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു സൂചി വത്സലയുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നത്. അതിനുശേഷം സൂചി പുറത്തെടുക്കാനുള്ള ഓപ്പറേഷൻ നടത്തിയ സമയത്ത് ഇതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമാണ് പുറത്തേക്ക് വന്നത്. ബാക്കി ഭാഗം ശരീരത്തിനുള്ളിലുണ്ട്. എന്നാൽ അതിനുശേഷം നടത്തിയ MRI ഉൾപ്പെടെയുള്ള തുടർ സ്കാനിങ്ങുകളിലൊന്നും തന്നെ ഈ ഭാഗം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. കാരണം എന്ന് പറയുന്നത് ഇത് ബ്ലഡിലൂടെ ഒരുപക്ഷെ ഇത് ശരീരത്തിനുള്ളിലേക്ക് സഞ്ചരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു ചെറിയ കഷ്ണമാണ് ഇനി കിട്ടാനുള്ളത്. ഇനി ഒരു ആഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ 1 ആഴ്ചയ്ക്ക് ശേഷമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആ റിപ്പോർട്ടിന്മേലായിരിക്കും ഇനി തുടർ നടപടികൾ ഉണ്ടാകുക. ഒരുപക്ഷെ റിപ്പോർട്ടിൽ ഈ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിക്ക് ഗുരുതരമായ പിഴവ് സംഭവിച്ചു എന്ന് കണ്ടെത്തിയാൽ അന്ന് ഈ വത്സലയ്ക്ക് ഇഞ്ചക്ഷൻ എടുത്തതാണ് ആരാണോ അവർക്ക് സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് നീങ്ങിയേക്കും.